ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ. അഖില് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഖിലിനോട് പറയാനുള്ളത് പറഞ്ഞു. ആണോ? അഖില് കേൾക്കണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. 45 മാർക്സ് ഉണ്ട് എംഒഎസിന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് അഖില് പഠിച്ചത്? ഒന്ന് ഇവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കാമോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രോബ്ലം ചെയ്തു. പ്രോബ്ലം ചെയ്തു. അത് ചെയ്ത് മനസ്സിലായി. അത് എങ്ങനെയാണ് പഠിച്ചത്? തന്നെ വർക്കൗട്ട് ചെയ്താണോ പഠിച്ചത്, അതെയോ നമ്മൾ എങ്ങനെയാണ് അഖില് ചെയ്ത് നോക്കി? ഇവർക്ക് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞോട്ടെ, എങ്ങനെയാണ്? അപ്പൊ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്താണ്. എങ്ങനെയാണ് അഖില് പഠിച്ചത്? ഞാൻ മെത്തേഡ് മാത്രം പഠിച്ചു വെച്ചു. ഓക്കെ. പിന്നെ എന്താ ചെയ്തത്? അപ്പൊ അതെങ്ങനെ പറയണ്ടേന്ന് അല്ല, മനസ്സിലായി. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരിക്കും. ഞാനിത് ചോദിക്കാൻ കാരണം, പലരും എഴുതിയിട്ട് ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. പലർക്കും പല പകുതി വന്നു കഴിയുമ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് കേട്ടോട്ടെ. അഖിൽ എന്ത് മെത്തേഡിലാണ് ഇത് ഫോളോ ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത്? അത് മറ്റുള്ളവർക്ക് അഖിൽ പറയുമ്പോൾ എങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നൂല അവരുടേതായ രീതിയിൽ. അപ്പൊ അങ്ങനെ തോന്നി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അഖിലിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. അഖിൽ എന്താ ചെയ്തത്? ഞാൻ പഠിച്ചു എന്നിട്ട് നെറ്റേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ദൈവമേ. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പ്രോബ്ലം എങ്ങനത്തെ ഏത് പ്രോബ്ലം ചോദിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് അതിൽ ഈ പ്രോബ്ലം ഓരോ സ്റ്റെപ്പ് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ഞാൻ അതിന്റെ പിന്നിലുള്ള കാര്യം കൂടെ പഠിച്ചു വെച്ചു. ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇപ്പൊ RARB എടുക്കണമെങ്കിൽ RARB ഇല്ലാതെ നമുക്ക് മൊമെന്റ് റിസോൾവ് ചെയ്ത് അതിന്റെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫസ്റ്റിലെ ഈ സ്റ്റെപ്പ് ചെയ്തത്. ഇത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നും കൂടെ പഠിച്ചു വെച്ചിട്ട് അപ്പൊ പരീക്ഷയ്ക്ക് വന്ന ആ പ്രോബ്ലം ഞാൻ അതറിയാവുന്നതുകൊണ്ട് ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് അതിനു വേണ്ടി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിളും ആ സ്റ്റെപ്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി എന്നുള്ളതിന് പകരം ഓക്കെ അത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ഇത് ചെയ്യണം, ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ഇത് അങ്ങനെ പഠിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് മറന്നു പോയാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഓക്കെ അടുത്ത അതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ എളുപ്പമായിരിക്കും. അഖില് പറഞ്ഞ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ കാണാതെ പഠിക്കുന്നത് എനിക്ക് ടൈം കിട്ടിയില്ല, ഓക്കെ, അതെല്ലാം വിട്ടേക്കും. അതെല്ലാം ഫസ്റ്റ് സെക്കൻഡ് സീരീസിനെ കുറിച്ചല്ല പറയണേ. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിനാകുമ്പോഴും നിങ്ങൾ ദയവ് ചെയ്ത് കാണാതെ പഠിക്കരുത്. ഇക്വേഷൻസ് ഒക്കെ കാണാതെ റിമെമ്പർ ചെയ്ത് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. തിയറി ഒക്കെ പഠിച്ചു വയ്ക്കുക. നമ്മൾ SFD BMD അല്ലെങ്കിൽ ചെറിയ പ്രോബ്ലം ചെയ്യുമ്പം എന്താണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ബാക്കിലേക്ക് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ പ്രോബ്ലം ഒക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു ടൈപ്പിലാണ് ചെയ്യിച്ചേക്കണത്. എന്താണോ ചോദിച്ചേക്കണത് അത് കണ്ടുപിടിക്കണം, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ആ ഒരു മെത്തേഡിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ടൈം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് ഇപ്പം, പക്ഷെ ഇപ്പോഴത്തെ കാര്യമല്ല ഉദ്ദേശിക്കണം. ഇനി യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോഴും പഠിക്കുമ്പം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് അതിലേക്ക്, എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്, ആ ഒരു വഴി, അത് നമ്മൾ കാണാതെ പഠിക്കല്ല, നമ്മൾ
മനസ്സിലാക്കി പഠിക്കുക എന്താണെന്നുള്ളത്. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ. പിന്നെ MOSന് നമ്മൾ ചെയ്തൊരു പ്രോബ്ലം ആൻസർ കറക്റ്റ് ആണോ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. നമ്മളൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി ആ പ്രോബ്ലം മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് വളരെ വ്യക്തമായി അത് മനസ്സിലാവും. അപ്പം തന്നെ നമുക്ക് മാർക്ക് ആഡ് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം 14 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലത്തിൽ എല്ലാ സ്റ്റെപ്പും ഉണ്ട്, എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണെങ്കിൽ ഒരു മാർക്ക് പോലും വെട്ടിക്കളയില്ല, 14 മാർക്കും തരും. ഇനി MOS SFD BMD ഒക്കെ കാണുന്നതിൽ അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട്, ചെറിയൊരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ വരച്ചിരിക്കുന്ന ഡയഗ്രാംസ് കറക്റ്റ് ആണ്, വാല്യൂവിലുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എങ്കിലും അവിടെയും സ്റ്റെപ്പിന് മാർക്ക് വെച്ച് അറൗണ്ട് 10നും 14നും ഇടയ്ക്ക് മാർക്ക് കിട്ടും. അപ്പം മാർക്കിനെ കുറിച്ച് വറി ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഖിൽ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോഴേക്കും ഒന്ന് പഠിച്ചു നോക്കിയാൽ കുറച്ചും കൂടെ മാറ്റം നിങ്ങൾ വരുത്താം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അഖിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗ്രൂപ്പ് സ്റ്റഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ആകുമ്പോഴേക്കും ആ രീതിയിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? അപ്പോൾ അഖിൽ കൺഗ്രാജുലേഷൻസ്, നല്ല മാർക്ക് ഉണ്ട്. എനിക്ക് പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായി, കാരണം കാണാതെ പഠിച്ച് എഴുതുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കി എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും ശരിക്കും. അപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രോബ്ലം എഴുതിയോ എല്ലാവരും? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഡ്രൈ സോയിൽ മാസ് ആണ്, വെയ് 68 ഗ്രാം, 68 ഗ്രാം ആണ് ആ സോയിലിന്റെ മാസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വോളിയം ഓഫ് വോയിഡ്സ് ഇഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സാമ്പിൾ ഈസ് 40 ml. വോളിയം ഓഫ് വോയിഡ് കാണണം, 40 ml ആണ് സാമ്പിളിന്റെ ടോട്ടൽ വോളിയം എങ്കിൽ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് തന്നിട്ടുണ്ട് 2.65. ദെൻ ഓൾസോ ഡിറ്റർമൈൻ വോയിഡ് റേഷ്യോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എടുത്തെഴുതാം. എന്തൊക്കെയാ തന്നിരിക്കണേ? എ ഡ്രൈ സോയിൽ വേസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെന്താണ്? മാസ് ഓഫ് സോളിഡ്സ് ആണ്, സോയിൽ സോളിഡ്സ് ആണ് 68 ഗ്രാം. ദെൻ പിന്നെന്താ തന്നിരിക്കണേ? ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട് 40 ml. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി വോളിയം ഓഫ് വോയിഡ്സ്. വോളിയം ഓഫ് വോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കൂടാതെ വോയിഡ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? VV/VS എന്ന് പറഞ്ഞ് പഠിക്കല്ലേ കേട്ടോ. വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോയിൽഡ് എന്ന് തന്നെ പറഞ്ഞ് പഠിക്കുക. അവസാനം VV എന്താണെന്ന് നമ്മൾ ഓർക്കില്ല, VS എന്താണെന്ന് നമ്മൾ ഓർക്കില്ല. അപ്പം ഈ ഇക്വേഷൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, വോളിയം ഓഫ് വോയിഡ് വോളിയം ഓഫ് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും ലാസ്റ്റ്. കാരണം നമ്മൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ദെൻ ഇതാണ് വോയിഡ് റേഷ്യോ എന്ന് നമുക്കറിയാം, വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. ഇനി ഇതിൽ നിന്ന് ഈ കാണണം, വോളിയം ഓഫ് വോയിഡും നമുക്ക് കാണണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ മാസ്, സോളിഡ്സിന്റെ മാസും അറിയാം, ടോട്ടൽ വോളിയം അറിയാം. മാസ് ഓഫ് സോളിഡ്സും ടോട്ടൽ വോളിയം അറിയാമെങ്കിൽ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. എന്താ അത്? ഡെൻസിറ്റി അറിയാം. എന്ത് ഡെൻസിറ്റി അപ്പൊ കിട്ടുന്നത്? ഡ്രൈ ഡെൻസിറ്റി. റോ
D is equal to ആണ് എന്ത് മാസ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം. വേഗം കണ്ടുപിടിച്ചേ, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ചേ. ഡ്രൈ ഡെൻസിറ്റി കണ്ടില്ലെങ്കിലും നമുക്കിത് ചെയ്യാം. എങ്ങനെ ചെയ്യാം? പെട്ടെന്ന് ആദ്യം നമുക്കത് കാണുമ്പോൾ ഓർമ്മ വരുന്നതാണ്. മാസ് ഓഫ് സോളിഡും അറിയാം, ടോട്ടൽ വോളിയം അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി കാണാമെന്ന് നമ്മൾ ഓർക്കും, ഡ്രൈ ഡെൻസിറ്റി കണ്ടുവയ്ക്കും. പക്ഷെ മുന്നോട്ട് ഇനി നമുക്ക് പോകണമെങ്കിലും ഭയങ്കര പാടാണ്. കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനും ഇല്ല. തൽക്കാലം നിങ്ങൾ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതാണെന്ന് അറിയാം. അതെന്ത് കിട്ടും? ആൻസർ എത്ര കിട്ടിയേ? 1.7 ആണോ? കിട്ടിയേ? ഓക്കെ, നമുക്ക് ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നോക്കുക, കാരണം ഒരു രീതിയിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് എന്താണ്? വോളിയം ഓഫ് വോയിഡും കണ്ടുപിടിക്കണം, വോളിയം ഓഫ് സോളിഡും കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ വോളിയം ഓഫ് വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം മൈനസ് വോളിയം ഓഫ് സോളിഡ്സ് ആണ്, അല്ലേ? അതിൽ ടോട്ടൽ വോളിയം നമുക്ക് അറിയാം, എത്രയാണ്? 40 ml ആണെന്ന് അറിയാം. വോളിയം ഓഫ് സോളിഡും അറിയില്ല, വോളിയം ഓഫ് വോയിഡും അറിയില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്? വോളിയം ഓഫ് സോളിഡ് കണ്ടുപിടിച്ചാൽ വോളിയം ഓഫ് വോയിഡ് കാണാം. വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. ഇങ്ങനെ എഴുതാലോ. ഡെൻസിറ്റി ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പോൾ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് സോളിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് എന്ന് എഴുതാം. ദെൻ ഇനി ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് എന്ന് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാം. എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? റോ എസ് ബൈ റോ ഡബ്ല്യു അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഡെൻസിറ്റി ഓഫ് സോളിഡ്സിനെ എങ്ങനെ എഴുതാം? ജി റോ ഡബ്ല്യു എന്ന് എഴുതാം, ഇല്ലേ? അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് ഓഫ് സോളിഡ് നമുക്കറിയാം, റോ എസ് എന്ന് പറഞ്ഞാൽ ജി റോ ഡബ്ല്യു. ജി തന്നിട്ടുണ്ട്, റോ ഡബ്ല്യു നമുക്കറിയാം. എത്രയാണ്? 68 ആണ് മാസ്. ജിയുടെ വാല്യൂ 2.65. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 gram per milliliter. എത്ര കിട്ടും വോളിയം ഓഫ് സോളിഡ്സ്? സോളിഡ് 5.66 gram per milliliter ആണ്, ml ആണ്. കാരണം ഇവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ എഴുതിയത് 1 gram per milliliter ആണ്. ഓക്കെ, അത് ഗ്രാമിലാവുമ്പോൾ 1 gram per milliliter ആണ് റോ ഡബ്ല്യുവിൻ്റെ വാല്യൂ, ഡെൻസിറ്റി ഓഫ് വാട്ടർ.
മെസ്സേജിന്റെ യൂണിറ്റ് ഗ്രാം പെർ എം എൽ ആണ്, അത് വെറും എം എൽ ആണോ വരുന്നത്? വോളിയം അല്ലേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും? സോറി ML സോറി ML. ഞാൻ മറ്റേ വാട്ടറിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. റോ W ആണ് ഗ്രാം പെർ മിനിറ്റ്. ഇത് ഇത്രയും ML. ദെൻ വോളിയം ഓഫ് സോളിഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് വോയിഡ് കാണാം. ടോട്ടൽ വോളിയം മൈനസ് വോളിയം ഓഫ് സോളിഡ് വിച്ച് ഈസ് ഈക്വൽ ടു 40 മൈനസ് 25.6 ml വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 14.6. അത്രയും ML എന്ന് കിട്ടും. വോളിയം ഓഫ് വോയിഡും കിട്ടും. ഇനി എന്താണ്? വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അത് രണ്ടും കൂടെ ചെയ്യുമ്പം രണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. 14.33 ഡിവൈഡഡ് ബൈ 25.66. Void ratio. .55 0.55. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, 0.55 കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവരും ചെയ്തെത്തിയോ? എല്ലാവരും എന്താ മിണ്ടാതിരിക്കണം? ഇത് പെർസെന്റേജിലാക്കണ്ട പക്ഷെ പെർസെന്റേജിലാക്കണേ. പെർസെന്റേജിലാക്കണേ. വേണ്ട, സോറി, ഒരു മിനിറ്റ്. എവിടെ പോയി? വോയിഡ് റേഷ്യോ പെർസെന്റേജിൽ എഴുതണ്ട, പോയിന്റ് ഡെസിമൽ വാല്യൂസ് ആണ്. വോയിഡ് റേഷ്യോ പെർസെന്റേജിലാക്കണ്ട. ഓക്കെ. അതേസമയം പോറോസിറ്റി പെർസെന്റേജിലാക്കണം. വോയിഡ് റേഷ്യോ ഒരിക്കലും പെർസെന്റേജിലാക്കണ്ട. കിട്ടുന്ന വാല്യൂ എന്താണോ അതുപോലെ എഴുതാം. വോയിഡ് റേഷ്യോ മോസ്റ്റ് പ്രോബബിളി 1ൽ താഴെ ആയിരിക്കും. എപ്പോഴും 1ൽ താഴെ ആയിരിക്കും. 1ൽ കൂടുതൽ വരുന്നത് വളരെ റെയർ കേസിലുള്ള സോയിൽ സാമ്പിൾസിന് മാത്രമേ ഉള്ളൂ. പൊതുവെ എല്ലാ സോയിൽസിനും വോയിഡ് റേഷ്യോയുടെ വാല്യൂ 1ൽ താഴെ ആയിരിക്കും. ദെൻ എനിക്ക് മനസ്സിലാവും കുറച്ച് നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ വേറെ ഒരു നിർവാഹമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ എല്ലാവരും? നെക്സ്റ്റ്. ഓക്കെ, ഈ പ്രോബ്ലം യൂണിറ്റ് 8.
ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? 6th വൺ. ഇൻ എ കോമ്പാക്ഷൻ ടെസ്റ്റ് ഓൺ എ സോയിൽ ദ മാസ് ഓഫ് ഇറ്റ് സോയിൽ വെൻ കോമ്പാക്റ്റഡ് ഇൻ എ മൗൾഡ് വാസ്. ഈ ക്വസ്റ്റ്യൻ എഴുതോ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത സെക്ഷനോടെ പറഞ്ഞാലാണ് ആ 2 പ്രോബ്ലംസ്, അത് രണ്ടും വളരെ നല്ല ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അടുത്തൊരു സെക്ഷനോടെ പറഞ്ഞിട്ട് അത് പറയുമായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം. ഇപ്പം ഈ ഒരു പ്രോബ്ലം 6th പ്രോബ്ലം എഴുതാമോ? ഓക്കെ, എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. എഴുതി കഴിയുമ്പോൾ പറയണം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇൻ എ കോമ്പാക്ഷൻ ടെസ്റ്റ് എ സോയിൽ ഓൺ എ സോയിൽ ദ മാസ് ഓഫ് വെറ്റ് സോയിൽ വെൻ കോമ്പാക്റ്റഡ് ഇൻ എ മൗണ്ട് വാസ് 1.855 കിലോഗ്രാം. ഒരു കോമ്പാക്ഷൻ ടെസ്റ്റ് സോയിലിനെ വെറ്റ് സോയിൽ സാമ്പിളാണ്, അതിനെ കോമ്പാക്ട് ചെയ്തപ്പോൾ ഉള്ള മാസ്, അതായത് ആ മൗൾഡിൽ മറച്ചപ്പോൾ ഉള്ള മാസാണ് 1.855. അപ്പോൾ നമുക്ക് മാസ് അറിയാം. ദെൻ ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ, ആ സമയത്തുള്ള വാട്ടർ കണ്ടന്റ് 16% ആണ്. Then if the volume of the mold was 0.95 liters, ആ മോൾഡിന്റെ വോളിയം 0.95 liters ആണ് എങ്കിൽ determine dry density, void ratio, degree of saturation, percentage of air void. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.68. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നോക്കിയേ. ആദ്യം കാണേണ്ടത് ഡ്രൈ ഡെൻസിറ്റി ആണ്.
ഡ്രൈ ഡെൻസിറ്റി ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡ്രൈ ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ വേണമെങ്കിൽ എഴുതി നോക്കാം. ഓക്കെ, ഡ്രൈ ഡെൻസിറ്റി ആണ് റോ ഡി ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.855 കിലോഗ്രാം ആയിരുന്നു, ഗ്രാം ആയിരുന്നു? കിലോഗ്രാം അല്ലേ? കിലോഗ്രാം. ഓക്കെ. ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട് മൗൾഡിന്റെ 0.945 ലിറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 16%. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.68. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോ ഡി കാണണം, പിന്നെന്താ കാണണ്ടേ? വോയിഡ് റേഷ്യോ കാണണം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണണം, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് NA. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റും? NA കാണണമെങ്കിൽ നമുക്ക് വലിയൊരു ഇക്വേഷൻ ഉണ്ട്, റോ ഡി റിലേറ്റ് ചെയ്തുകൊണ്ട്, ഇല്ലേ? റോ ഡി ജിയും വെച്ചുകൊണ്ട് W ഒക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്കത് വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ഡ്രൈ ഡെൻസിറ്റി ആണ് ആദ്യം കാണേണ്ടത്. അപ്പൊ റോ ഡി എങ്ങനെ കാണാം? നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് ഇത്രയാണ്. വാട്ടർ കണ്ടന്റ് അറിയാം, ജി അറിയാം, ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ W നമുക്കറിയാം 1000 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇത് വെച്ചുകൊണ്ട് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ബൈ 1+W എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. കണ്ടോ? കണ്ടോ? റോ ഡി ഈസ് ഈക്വൽ ടു, ഫോട്ടോസ്റ്റാറ്റിൽ കാണിച്ചു തരാം. റോ ഡി ഈസ് ഈക്വൽ ടു ഇത് റോ ബൈ 1+W. കണ്ടോ എല്ലാരും? ഈ ഇക്വേഷൻ മുകളിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത് റിലേഷൻ ബിറ്റ്വീൻ ബൾക്ക് മാസ് ഡെൻസിറ്റിയും ഡ്രൈ ഡെൻസിറ്റി, ഈ ഇക്വേഷൻ റോ ബൈ ജി പ്ലസ് സി, അതിൽ നിന്നാണ് നമ്മൾ റോ ഡി ഈക്വൽ ടു റോ ബൈ 1+W ഈ റിലേഷനിലെത്താണ്. ഓക്കെ, അപ്പം അതില് ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? റോ ഡി കണ്ടുപിടിക്കാം. ഓക്കെ, റോ ഡി കണ്ടുപിടിക്കാമോ? റോ ഡി കാണണമെങ്കിൽ റോ ബൈ 1+W ആണ്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. മാസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1.855 ആണെന്ന് തന്നിട്ടുണ്ട്. വോളിയം തന്നിട്ടുണ്ട് 0.945 ലിറ്റർ ആണ്. അതിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ × 10⁻³ കാരണം 1 m³ എന്ന് പറയണത് 1000 ലിറ്റേഴ്സ് ആണ്. 1 m³ ഈസ് ഈക്വൽ ടു 1000 ലിറ്റേഴ്സ് ആണ്. അത് വെച്ചിട്ട് വോളിയത്തിനെ എന്ത് ചെയ്തു? മീറ്റർ ക്യൂബിലേക്ക് മാറ്റി. അപ്പം 0.945 × 10⁻³ എന്ന് വരും. മാസ് തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പം സിംപിളി ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ സാധാ ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആ ഡെൻസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം? റോ ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഡ്രൈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഹലോ, എല്ലാവരും ഇക്വേഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പടം കാണല പോലെ ഇരുന്നുകൊണ്ടിരിക്കുവാണല്ലേ. ഹലോ, കേൾക്കുന്നുണ്ടോ?
അത് മനസ്സിലായി. ഒരു വികാരമില്ലാതെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ദൈവമേ എനിക്കറിയില്ല. എംഒഎസ് ഇതിൽ എളുപ്പമായിരുന്നു അല്ലേ? ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു തോന്നുന്നു. അതാ മിസ് വിഷയം. സുനിലൊന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒരു വോയിസ് കേൾക്കുന്നത്. ഇന്നെന്താ മിണ്ടാതിരിക്കുന്നത്? മാത്യു എല്ലാവരുടെ അവസ്ഥ പോലെ തന്നെയാ. ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ട്. ഒരുപോലെ അല്ലാതെ ഇരിക്കുന്നു. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു. അതാണ് നമ്മള് പേജ് മറിച്ച് നോക്കുക, തിരിച്ചു വരിക, അത് തന്നെ ഇപ്പൊ സംഭവിക്കുന്നത്. മനസ്സിലായി. ബാക്കിയുള്ളവരോ? കുറെ പേരുണ്ടല്ലോ ഇനിയും. അങ്ങനെയൊക്കെ തന്നെ. എംഒഎസ് ആയിരുന്നപ്പോ കുറച്ച് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായിരുന്നല്ലേ? അതെ. എന്താണെന്നറിയോ, നിങ്ങൾ നിൽക്കുന്ന ഫീൽഡിലാണെങ്കിലും പൊതുവെ ഈ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യണേ. ഈ GTI ബന്ധപ്പെട്ട ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലേ? സോയിൽ റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ എവിടെന്നെങ്കിലും report ടെസ്റ്റ് മാത്രമേ ചെയ്ത് ഉള്ളൂ. അതല്ലേ സാധനം കൈ കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ എനിക്ക് ഇക്വേഷൻസ് ലാബ് ഒന്നും. എനിക്ക് ലാബ് ഉണ്ടായിരുന്നു, ജിയോ ടെക്നിക് ലാബ് ഉണ്ടായിരുന്നു. ആരാണിത് എനിക്ക് ഷെയർ ജീവ ചെയ്ത്? ജീവ ആ ജീവ ഓക്കെ. അപ്പൊ ഈ ഇക്വേഷനൊക്കെ അറിയാലോ. കുറച്ചൊക്കെ അറിയാം, നമ്മൾ ചെയ്യാറുണ്ട്. ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ ചെയ്യാറുണ്ട്. അന്ന് ടെസ്റ്റ് ചെയ്യുമ്പോണ്ട്. അപ്പൊ ഒരാളുണ്ട് കൂട്ടത്തില് വേഗം ചോദിച്ചു പഠിച്ചു എല്ലാ കാര്യങ്ങളും. ഇല്ല, ഇപ്പൊ മറന്നു വർഷം. ഇപ്പൊ സർവീസ് കയറിയപ്പോ ലാബ് പൂട്ടി. ആവശ്യോ ജിയോ ടെക് ലാബ് ഇതിന് ഷോർട്ട് കട്ട് ഇല്ല കേട്ടോ. ഇതിനകത്ത് ഇക്വേഷൻ പഠിക്കണം. വേറെ ഷോർട്ട് കട്ട് ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയാൻ പാടില്ല. അത് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മള് ലാബിൽ ചെയ്യുമ്പോൾ ഓരോ ഡെൻസിറ്റിയും വോളിയം സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ കിട്ടും. അത് അത് ഓവൻ അത് നമ്മളെന്ന് അപ്പൊ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചുമ്മാ പൈക്കണോമീറ്ററിലായിരിക്കും. ഇതാണോ ചെയ്യണേ? നിങ്ങൾ ഇതിലല്ലേ ചെയ്യണേ? ഓവനിൽ ഡ്രൈ വാട്ടർ കണ്ടന്റ് കാണാന്, വാട്ടർ കണ്ടന്റ്, പിന്നെ പ്ലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിക്വിഡ് ലിമിറ്റ്, ലിമിറ്റ് ലിക്വിഡ് ലിമിറ്റ്, കസഗ്രാൻഡെ സാധനം, തന്നെ. മറ്റേ ഇത് റോഡ് ആക്കണു, ഡയമീറ്റർ ചെക്ക് ചെയ്യണു, പിന്നെ ഡയറക്ട് ഷിയർ, ട്രയാക്സിയൽ. അതെല്ലാം വന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ ലാബിൽ ചെയ്യാനുണ്ട്. ഇപ്പൊ GT ലാബിൽ അടുത്ത സെമ്മിലാണ്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ ഈ തിയറി പഠിക്കുമ്പോഴല്ല GT ലാബിൽ ചെയ്യണേ. ഇതിന്റെ ഈ ബേസിക് ഇക്വേഷൻ മുഴുവൻ GT1 ലാബ് അടുത്ത സെമ്മിലാണ്. അപ്പൊ നമ്മൾ GT2 എന്നും പറഞ്ഞ് വേറൊരു സബ്ജക്റ്റോടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ അപ്പൊ ക്ലിയർ ആവൂല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പഠിച്ചതൊന്നും അന്നേരം നമുക്ക് ഓർമ്മയില്ലല്ലോ. ഇപ്പൊ രണ്ടും പാരലൽ ആയിട്ടാ പോവാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പണ്ട് ഇത് പാരലൽ ആയിട്ടാ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബോധം നമുക്കുണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു ബോധം പോലും ഇല്ല. എന്തായാലും ഇക്വേഷൻ പഠിക്കുക. എനിക്ക് അതിനകത്ത് വേറെ ഒന്നും ഷോർട്ട് കട്ട്സ് ഇല്ല. ഇക്വേഷൻ പഠിച്ചേ പറ്റുള്ളൂ. ഒരു ദിവസം ഒരു 10 ഇക്വേഷൻ അല്ലെങ്കിൽ 2 ഇക്വേഷൻ വെച്ചെങ്കിലും പഠിക്കുക. ഓക്കെ, ഇത് മനസ്സിലായോ? മാസ് ഇത് ഇങ്ങനെയാണ് ചെയ്യുക. ഡെൻസിറ്റി കിട്ടും. റോഡ് വാല്യൂ എത്ര കിട്ടി എല്ലാവർക്കും? നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിച്ച് ചെയ്യാൻ പഠിക്കണം. ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണ് അത് വെച്ചിട്ട് നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻസിൽ ഏത് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഇക്വേഷൻസ് എഴുതി നോക്കുക. ഓക്കെ, എത്ര കിട്ടിയ ഡെൻസിറ്റി? എത്ര കിട്ടിയേ? 1962.96 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി റോ ഡി കാൽക്കുലേറ്റ് ചെയ്യാം. റോ കിട്ടിയ സ്ഥിതിക്ക് റോ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? റോ ബൈ 1+W ആണ്. റോ കിട്ടി 1962.96 ഡിവൈഡഡ് ബൈ 1+ വാട്ടർ കണ്ടന്റ് 16% ആണ്. അത് ഡെസിമലിൽ എഴുതണം. 0.16% എന്ന് എഴുതണം. അപ്പം നമുക്ക് ഡ്രൈ ഡെൻസിറ്റിയുടെ വാല്യൂ കിട്ടും. എത്രയുടെ ഡ്രൈ ഡെൻസിറ്റി? $1692.2.
2.21 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഇത് ചിന്തിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, കുറച്ചും കൂടി ഈസി ആയി, കാരണം റോ ഡി കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കണം വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോയും ഡ്രൈ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചിന്തിച്ച് നോക്കാം. റോ ഡി ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട്, ജി റോ ഡബ്ല്യു ബൈ 1 + ഓക്കെ. ആ ഇക്വേഷനിൽ നിന്ന് ഇതിൽ ജി അറിയാം, റോ ഡി ഡബ്ല്യു അറിയാം, 1 അറിയാം, ഇ അറിയില്ല. ഇ കണ്ടുപിടിക്കാം. ഇതിൽ റോ ഡി കിട്ടി, ജിയുടെ അറിയാം, റോ ഡബ്ല്യു അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം 1 + ഇ ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ റോ ഡി എന്ന് വരും. ദെയർഫോർ ഇ ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ റോ ഡി -1 എന്ന് വരും. അപ്പോൾ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം. എത്രയാ വോയിഡ് റേഷ്യോ വരുന്നതെന്ന് പറയും. ജിയുടെ വാല്യൂ എത്രയാണ്? 2.68 അല്ലേ, ഇൻറ്റു 1000 ബൈ മറ്റേ റോഡ് എത്ര കിട്ടിയത്? 1692.21 -1. Point 584 അത്രയും കിട്ടും. ഓക്കെ. വോയിഡ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണാൻ ഒരേ ഒരു ഇക്വേഷൻ ഉള്ളൂ, W × G = SE. എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. W അറിയാം, G അറിയാം, S കണ്ടുപിടിക്കണം, E കിട്ടി. അപ്പം S = W × G / E. എപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ചോദിച്ചിട്ടുണ്ടോ, മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരിക്കും, W × G / E. അതിൽ ഒന്നെങ്കിൽ വാട്ടർ കണ്ടന്റ് നമുക്ക് അറിയില്ലായിരിക്കും, കണ്ടുപിടിക്കുക എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ടാവും. G തന്നിട്ടുണ്ടാവും, മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിലും G ഗിവൺ ആയിരിക്കും. പിന്നെ കാണേണ്ടത് വോയിഡ് റേഷ്യോ ആണ്. അത് കാണാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു റിലേഷൻസ് നമുക്ക് ക്ലൂ തന്നിട്ടുണ്ടാവും, ആ റിലേഷനിൽ നിന്ന് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുക. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്ക് എപ്പോഴും മിക്ക പ്രോബ്ലത്തിലും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണാൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. W × G = SE. വാട്ടർ കണ്ടന്റ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി = ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻറ്റു വോയിഡ് റേഷ്യോ. എത്രമാത്രം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉണ്ട് സോയിൽ സാമ്പിളിന്, അതാണ് മെയിൻ ചെയ്യണത്. വാട്ടർ കണ്ടന്റ് അറിയാം, 0.16 ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി 2.68 ആണ്, വോയിഡ് റേഷ്യോ കിട്ടി 0.584. എത്ര കിട്ടിയ? 0.734 സംതിങ് വരും അല്ലേ, 73.42. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എപ്പോഴും പെർസെൻറ്റേജിലാണ് എഴുതേണ്ടത്. കിട്ടിയാ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ഓക്കെ. ഇനി ലാസ്റ്റ് ചോദിച്ചേക്കണ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. എന്നെ കാണാനാണ് ചോദിച്ചേക്കുന്നത്. എന്നെ കാണാനായിട്ട് ഇപ്പം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. റോഡി കണ്ടിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അറിയാം, വോയിഡ് റേഷ്യോ അറിയാം. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു ഇക്വേഷൻ ഉണ്ട് എന്നെ കാണാനായിട്ട്. എന്താന്ന് പറയാമോ? മറിച്ച് നോക്കിയിട്ട് പറഞ്ഞാലും മതി, കാണാതെ എന്തായാലും പെട്ടെന്ന് ഓർക്കില്ലല്ലോ. ഡ്രൈ ഡെൻസിറ്റിയും ഒക്കെ വെച്ചിട്ടൊരു റിലേഷൻ 1 - സ്പെസിഫിക് ഗ്രാവിറ്റി G rho W by
1 പ്ലസ് w into g. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? എന്നയുടെ വാല്യൂ കണ്ടുപിടിക്കുക സോൾവ് ചെയ്ത്. ബാക്കിയെല്ലാം നമുക്കറിയാം. അപ്പോൾ ആ ഇക്വേഷൻസ് അറിഞ്ഞാലാണ് ഇത് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് ഇക്വേഷൻസ് എടുത്ത് ചെയ്യണം. ഇതിന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ ആ ഇക്വേഷൻസ് പഠിക്കുക, എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് പോയിരിക്കണേന്നുള്ള ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ആ ഇക്വേഷൻസ് ഓർത്ത് എഴുതി ചെയ്യണം. സോൾവ് ചെയ്തിട്ട് എന്നയുടെ വാല്യൂ എത്ര കിട്ടണേന്ന് പറ. പെർസെൻറ്റേജിൽ പറയണേ. പെർസെൻറ്റേജ് ഓഫ് എയർ വേർഡ്സ് എന്നാണ് പറയുക. അതിനകത്തെ ഈ W×G കൊടുക്കാതെ ഈ ഇട്ട് കൊടുത്തോണ്ടുള്ള ഒരു ഇക്വേഷൻ ഇല്ല, അതാണല്ലോ ഇട്ട് കൊടുത്താൽ പോലെ. അതാണേലും ഇട്ട് കൊടുത്താൽ മതി. W×G കൊടുക്കാതെ S×E അതാണ് ഉദ്ദേശിച്ചത്. പ്ലസ് സി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന എഴുതിപ്പിച്ചില്ലേ? റോ ഡി ആണ് കാണുന്നത്. മറ്റേ എന്നെയാണ് നമുക്ക് കാണേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് 1 - NA/G × ρ W / 1 + C എന്ന് പറഞ്ഞുകൊണ്ട് 1 + G കൊടുക്കാൻ കാരണം എന്താണ്? 1 + G എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? 1 + E റോ ഡിക്കാ SC മാത്രം കൊടുക്കാം. റോ ഡിക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യണ G ρ W / 1 + C. നമുക്ക് കാണേണ്ടത് NA അല്ലേ? NA പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആ കാണണ്ടേ. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സും ഈ കണ്ടുപിടിച്ചേക്കണ കാര്യങ്ങൾ ഏതെങ്കിലും വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? വോളിയം കാണണം. വേണ്ടേ? വോളിയം കണ്ടുപിടിച്ചാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. NA എന്ന് പറഞ്ഞാൽ VA/V ആണ്. വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ആണ്. വോളിയം ഓഫ് എയർ ഒക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി ഭയങ്കര പാടാ തിരിച്ചു ചെയ്യല്. അപ്പൊ നമ്മൾക്ക് ഈ റിലേഷൻസ് അറിയുന്നത് വെച്ച് ചെയ്താൽ ഈ ഒരു റിലേഷൻ 1 + SC ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 + C എന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെവിടെ എഴുതിയേക്കണേ? റോ ഡി ഈസ് ഈക്വൽ ടു 1 - NA. ഈ ഒരു ഇക്വേഷൻ അല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ W×Gക്ക് പകരം S×E എന്ന് വേണേ കൊടുക്കാം. W×G എന്ന് പറഞ്ഞാൽ S×E ആണല്ലോ, അത് വേണേ മാറ്റി കൊടുക്കാം. എന്നെ എത്ര കിട്ടിയേ? 9.8%. 9.8%. ഓക്കെ. 9.09 സംതിങ് വരും. 9.8% ചെയ്യുമ്പോൾ 0.907 എന്ന് വരും. എല്ലാവരും ചെയ്ത് കിട്ടിയോ? എല്ലാവരും ചെയ്തെത്തിയോ?
എഴുതി കിട്ടിയ എല്ലാരും ചെയ്തു കഴിഞ്ഞു? കിട്ടിയോ ആൻസർ? സുനില്, മാത്യു, കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയാൻ കുഴപ്പമില്ല. എവിടെയാ തെറ്റിപ്പോയേ? തൊട്ട് എസ് വരെ കിട്ടിയോ? അല്ല, അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെയാണോ തെറ്റിപ്പോയത്? വേണേ അത് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ വലിയ ഇങ്ങനെ തിരിച്ചു മറിച്ച് എഴുതുമ്പോൾ ഒരു സൈൻ മാറിപ്പോയാൽ മതി, മൊത്തം പ്രശ്നം. അപ്പൊ എന്താണ്? റോ ഡി ഇൻറ്റു 1 + W × G ഈക്വൽ ടു 1 - NA G റോ W ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? താഴേക്ക് കൊണ്ടുവരാം. റോ ഡി ഇൻറ്റു 1 + W × G റോ W എന്ന് പറഞ്ഞാൽ 1 - NA ആണ്. NA = എന്ത് വരും? എങ്ങനെ എഴുതാം? തിരിച്ചെഴുതിയാൽ മതി. NA ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 1 - ഇക്വേഷൻ ആവും അല്ലേ? ഇത് NA ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 1 - ഈ വലിയ ടേം അല്ലേ? പക്ഷെ 1 - NA മാത്രം ഇവിടെ നിർത്തിയിട്ട് അപ്പുറത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? അതല്ലേ എളുപ്പം. എങ്ങനെ വേണേലും ചെയ്യാം. ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഡിനോമിനേറ്ററിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഈ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഈ G റോ W താഴേക്ക് ഇറക്കി. ദെൻ പിന്നെ ഈ 1 എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കാണുന്നു. പെട്ടെന്ന് ഒരാൾക്ക് വലിയൊരു ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സിലാവണമെങ്കിൽ ചെറിയ രീതിയിൽ എങ്ങനെ വേണേലും ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇത് സോൾവ് ചെയ്യാം. കിട്ടിയോ? സുനിലിന് കിട്ടിയോ? മാത്യു? കിട്ടി. ഇനി ആരാ വേറെ? ബിൽസൺ, ജോബി, ഇവരൊക്കെ മിണ്ടാതിരിക്കണ എന്താ? ഇല്ല മിസ്, ഞാൻ ചെയ്യുമായിരുന്നു. കിട്ടി, ഇപ്പൊ കിട്ടി. ഇനിയുണ്ട്. അഖിലുണ്ടോ? ചെയ്യണ്ടോ? കാണുന്നുണ്ട്. അതെനിക്ക് തോന്നി. ഇത് ഈ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്യാതെ നമുക്ക് നടക്കില്ല, ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇക്വേഷൻസ് മാത്രമായിട്ട് ഒരു പേപ്പറിൽ എഴുതി അത് വെച്ചിട്ട് എല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കണം. പിന്നെ ആ പേപ്പറില്ലാതെ തന്നെ ഓർത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അതെ. അല്ല, നോക്കി. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ ആ നമുക്ക് അതെ. റിലേഷൻസ് പെട്ടെന്ന് ഓർമ്മ വരണം. നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്, അപ്പൊ എനിക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്യണമെങ്കിൽ ബൈ പ്രാക്ടീസ് പ്രോബ്ലം ചെയ്ത് ഇക്വേഷൻസ് കാണാതെ പഠിച്ച് മാത്രമേ നമുക്ക് ഈ കുറെ ഒരു പ്രോബ്ലം ചെയ്യുമ്പം കുറെ കുറെ ഇക്വേഷൻസ് പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കാണാൻ ഓർക്കും. പഠിക്കും. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പല ഇക്വേഷൻസും അടുത്ത മൊഡ്യൂളിൽ ചില പ്രോബ്ലത്തിൽ കയറി വരും. തേർഡ് മൊഡ്യൂളിൽ വരും, ഫോർത്ത് മൊഡ്യൂൾ, ഫിഫ്ത്ത് മൊഡ്യൂൾ. എല്ലാ മൊഡ്യൂളും ചെറിയ ഇക്വേഷൻസ് ഏതെങ്കിലും വാട്ടർ കണ്ടന്റ് കാണാനോ ഡെൻസിറ്റി കാണാനോ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനോ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാലായിരിക്കും ബാക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കണക്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാം. ഈവൻ ഇഫ് അടുത്ത സെമ്മിൽ നിങ്ങൾ GT2 പഠിക്കുമ്പോഴാണെങ്കിലും ഈ GT1 ഈ ബേസിക് ഇക്വേഷൻസും ഈ ഡെറിവേഷൻസും എങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ ചെറിയ കണക്ഷൻസ് വെച്ച് ചോദിക്കാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഈ റിലേഷൻസ് അറിയാതെ നമുക്ക് ഭയങ്കര പാടാ കണക്ട് ചെയ്തെടുക്കാൻ. എന്നെ കിട്ടിയോ? 9 പോയിന്റ്. കിട്ടി. ഓക്കെ, ഇനി ഞാൻ മാറ്റിക്കോട്ടെ? എഴുതി കഴിഞ്ഞില്ല? ഓക്കെ മിസ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്, 7th വൺ. അതുപോലെ തന്നെ 8 അവിടെ നിൽക്കട്ടെ, 9 അവിടെ നിൽക്കട്ടെ, 10 അവിടെ നിൽക്കട്ടെ, 11. 7ഉം 11ഉം
രണ്ട് ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ. നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻസ് വച്ചിട്ടുള്ള കണക്ഷൻസ്, ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഇക്വേഷൻസ്, ആ രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. ദയവ് ഇത് ചെയ്തിട്ട് വരണം കേട്ടോ. ഒരുപാട് പ്രോബ്ലം ഇതിനകത്ത് എനിക്ക് ചെയ്യിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം ഭയങ്കര കുറവാണ്. എന്നെക്കൊണ്ട് പറ്റണ രീതിയിലുള്ള പ്രോബ്ലംസ് ഞാൻ ചെയ്യിക്കാം. ഈ മൊഡ്യൂളിൻ്റെ പകുതി പോലും ആയില്ല. ഇനി ഇതിൻ്റെ യൂണിറ്റ് വെയ്റ്റിൻ്റെ സെക്ഷൻ ഡെറിവേഷൻ പറയാനുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. അത് പ്രോബ്ലം കൂടെ പറഞ്ഞാലാണ് ഇതിനകത്ത് കുറേ എന്താ പറയുക മാസ്, ഇപ്പോൾ ഒരു വലിയ 2-3 പ്രോബ്ലംസ് ഉണ്ട്. ആ 2-3 പ്രോബ്ലം കൂടെ പറയണം എനിക്ക്. അപ്പോൾ ആ 2 പ്രോബ്ലം 7ഉം 11ഉം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ശ്രമിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് ചോദിക്കാം. ഇനി തൽക്കാലം ഞാൻ ആ യൂണിറ്റിൻ്റെ ഡെറിവേഷൻ, യൂണിറ്റ് വെയ്റ്റിൻ്റെ ടേംസിലുള്ള ഈ റിലേഷൻസ്, ഇതിൽ കുറേ റിലേഷൻസ് എല്ലാം ഇതുമായിട്ട് സിമിലർ ആണ്. കണ്ടോ, ഡെൻസിറ്റിയുടെ ടേംസിലാണെന്നുള്ളൂ. ഇവിടെ അതിന് യൂണിറ്റ് വെയിറ്റ് ആകുമ്പോൾ ഗാമ. ഇക്വേഷൻ എന്താണ്? സെയിം ആണ്. മനസ്സിലായോ? കണ്ടോ, ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. ഇത് ബൾക്ക് ഡെൻസിറ്റി റോ ആണ്, ഇവിടെ യൂണിറ്റ് വെയിറ്റ് ആണ്. G+SC/1+C, അവിടെ ഇത് സെയിം തന്നെ. ഇവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ഡബ്ല്യുവിന് പകരം ഇവിടെ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഗാമ ഡബ്ല്യു. അടുത്തത് ഇതുപോലെ തന്നെ റോ സാറ്റ് ആണ്, സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ആണ്. ഇവിടെ യൂണിറ്റ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. ഇക്വേഷൻ സെയിം ആണ്. അവിടെ റോയുടെ സ്ഥാനത്ത് എന്താവും? റോയുടെ സ്ഥാനത്ത് ഗാമയാവും എന്ന് മാത്രം. എല്ലാ ഇക്വേഷൻസും അങ്ങനെയാണ്. അതിൻ്റെ ഡെറിവേഷൻ ആണ് ഇനി പറയണം. യൂണിറ്റ് വെയിറ്റിൻ്റെ ടേംസിലുള്ള ഒരു 5 റിലേഷൻസ്. ഓക്കെ, ഇത് ഓക്കെ. ആ റിലേഷൻസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാരണം ഈ റിലേഷൻസ് മറ്റത് ഡിറൈവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. യൂണിറ്റ് വെയിറ്റ് ആണെന്നുള്ളൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ബൈ വോളിയം ആണ്. എന്താ ഡെൻസിറ്റി? എന്താണ് ബൾക്ക് മാസ് ഡെൻസിറ്റി? എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ബൈ വോളിയം ആണ്. മാസും വെയിറ്റും തമ്മിലുള്ള എന്ത് വ്യത്യാസം? എന്താ? ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുന്നതാണ്. ഗ്രാവിറ്റി കൺസിഡർ ചെയ്യണം. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ആ ഒരു ഇൻഫ്ലുവൻസും കൂടെ വരുന്നതാണ് എന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഗ്രാവിറ്റേഷണൽ ഇതിൻ്റെ ആ ഒരു ഫോഴ്സും കൂടെ വരാതെ കൺസിഡർ ചെയ്യാത്തതാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായാൽ തന്നെ നമുക്ക് ഈ ഇക്വേഷൻസ് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഇനി ആദ്യത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ്. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ ഇ എന്താണ്? വോയിഡ് റേഷ്യോ, ഡബ്ല്യു വാട്ടർ കണ്ടന്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി, എസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, റോ ഡബ്ല്യു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഗാമ ഡബ്ല്യു. റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതിന് പകരം ഇവിടെ യൂണിറ്റ് വെയിറ്റിൻ്റെ ടേംസിലാണ്. അത് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ, ആ രീതിയിലാണ് പറയണതെന്ന് മാത്രം. അപ്പം നമുക്ക് കാണേണ്ട റിലേഷൻസ് ഇത് വെച്ചിട്ടാണ്. നമുക്കറിയാം യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സിംപ്ലി ബൾക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ബൈ വോളിയം ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടുന്നതാണ്? വെയിറ്റ് ഓഫ് സോളിഡ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്, പ്ലസ് വെയിറ്റ് ഓഫ് എയറും കൂടെയാണ് അല്ലേ? വെയിറ്റ് ഓഫ് എയർ എന്താണ്? 0 ആണ്. അതുകൊണ്ട് എന്ത് മതി? വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ് മതി. വെയിറ്റ് ഓഫ് സോളിഡ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ മാത്രമേ വരുള്ളൂ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ വോളിയം, ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. വോളിയം ഓഫ് എയർ എന്താണ്? 0 ആണ്. ബാക്കി എന്ത് തന്നെയുള്ളൂ? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. ഞാൻ എഴുതി കാണിക്കണോ ഇനി? സൈഡിൽ എഴുതി കാണിക്കണമെങ്കിൽ എഴുതി കാണിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. മറ്റ് ചെയ്ത് മാസിന് സ്ഥാനത്ത് എഴുതിയ പോലെ തന്നെ ഇതിന് പകരം വെയിറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദെൻ ഇതിലെന്ത് ചെയ്തു? WS ഈ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ നിന്ന് WS വെളിയെഴുതു, അല്ലെങ്കിൽ WS കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. ഡിനോമിനേറ്ററിൽ വോളിയം ഓഫ് സോളിഡ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ആദ്യത്തെ ടേമിന് WS/WS വരുമ്പോൾ 1 വരും,
WW/WS വന്നു. അടുത്തത് VS/VS ചെയ്തപ്പോൾ 1 വന്നു. VV/VS. ഓക്കെ, W/WS എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ് എന്താണ്? വാട്ടർ കണ്ടൻ്റ് ആണ് അല്ലേ? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ് എന്താണ്? വാട്ടർ കണ്ടൻ്റ് അല്ലേ? ദെൻ വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്താണ്? വോയിഡ് റേഷ്യോ ആണ്. ദെൻ ഇപ്പുറം വന്നപ്പം പുറത്തെന്തായി? WS/VS ഉണ്ട്, വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. അപ്പോൾ അതെന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്, ഗാമ എസ്. ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് വെയിറ്റിലല്ലേ ചെയ്യണത്, അതുകൊണ്ടത് ഗാമ എസ്. ഗാമ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? G ഗാമ W ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതിയപ്പം വെയിറ്റിൻ്റെ ടേംസിലും മാസിൻ്റെ ടേംസിലും ഈ റിലേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഗാമ എസ് എന്ന് പറഞ്ഞാൽ G(ρ)W, ഗാമ W ഇൻറ്റു 1+W/1+E ആണ്. ദെൻ ഈ G അകത്തേക്ക് കയറ്റി, അപ്പോൾ എന്ത് ചെയ്തു? G പ്ലസ് W ഇൻറ്റു G ഹോൾ ഡിവൈഡഡ് ബൈ 1+E. പുറത്ത് ഗാമ W. ദെയർഫോർ ഗാമ ഈസ് ഈക്വൽ ടു എന്ത് വരും? G പ്ലസ് SC. W ഇൻറ്റു ജീനെ എന്ത് ചെയ്യാം? SC എന്നാക്കി. W ഇൻറ്റു ജീനെ എന്ത് ചെയ്തു? SC എന്ന് എഴുതാം. SC ഈസ് ഈക്വൽ ടു W ഇൻറ്റു G അല്ലേ? അപ്പം അത് രണ്ടും മാറ്റി എഴുതി ബൈ 1+W. അപ്പം ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഗാമ ഈസ് ഈക്വൽ ടു G പ്ലസ് SC ബൈ 1+E ഇൻറ്റു ഗാമ W. അത് നമ്മൾ പഠിച്ചു ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയുടെ ടേംസിൽ. അതാണ് ഇവിടെ ആദ്യത്തെ, കണ്ടോ? G പ്ലസ് SC ബൈ 1+E ഇൻറ്റു ρW ഡെൻസിറ്റി, ഇവിടെ ഗാമ. ക്ലിയർ ആയോ? ഇത് എഴുതി പഠിച്ചാൽ മനസ്സിലാവും, ജസ്റ്റ് ഒന്ന് ടൈം എടുത്ത് നോക്കിയാൽ മതി. താഴെ ഇത്. ഇനി അടുത്തത് പല കണ്ടീഷനാണ്. S ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എസിൻ്റെ വാല്യൂ 1 ആകുമ്പം ഗാമ സാറ്റ് എന്ന് പറയും. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. അത് G പ്ലസ് E ബൈ എസിൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ ബാക്കി എന്ത് വരും? G പ്ലസ് E ബൈ 1+E ഇൻറ്റു ഗാമ W. ദെൻ S ഈസ് ഈക്വൽ ടു 0 ആണ് അടുത്ത സ്റ്റേറ്റ്, അതായത് ഡ്രൈ സ്റ്റേറ്റ്, സാച്ചുറേഷൻ ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റ്, ഡ്രൈ സോയിലാണ്. S 0 ആകുമ്പോൾ ഈ ടേം എന്തായി? SC എന്ന് പറഞ്ഞ സാധനം 0 ആയി. ബാക്കി G ഗാമ W ബൈ 1+E വരും. ഇനി സബ്മേർജ്ഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്താണ്? ഗാമ സാറ്റ മൈനസ് ഗാമ W ആണ്. സാച്ചുറേറ്റഡിൽ നിന്ന് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്തു? ഗാമ സാറ്റിൻ്റെ ഇക്വേഷൻ മൈനസ് ഗാമ W, വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ച് കളഞ്ഞു. അപ്പം അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം അവസാനം ρW വെളിയിലെടുത്തു. G പ്ലസ് E മൈനസ് 1 വരും. അങ്ങനെയാണ് G മൈനസ് 1/1+E ഇൻറ്റു ρW. ദെൻ അടുത്തൊരു റിലേഷനാണ് ഗാമയും ഗാമ W, ഗാമയും ഗാമ Dയും തമ്മിൽ. റോയും റോ ഡിയും പറഞ്ഞില്ലേ? ബൾക്ക് യൂണിറ്റ് വെയിറ്റും ഡ്രൈ യൂണിറ്റ് വെയിറ്റും തമ്മിൽ റിലേഷൻ പറഞ്ഞ പോലെ തന്നെ, ഡ്രൈ ഡെൻസിറ്റിയും ബൾക്ക് ഡെൻസിറ്റിയും ഡ്രൈ ഡെൻസിറ്റിയും പറഞ്ഞ റിലേഷൻ പോലെ തന്നെ ബൾക്ക് യൂണിറ്റ് വെയിറ്റും ഡ്രൈ യൂണിറ്റ് വെയിറ്റും. നമുക്കറിയാം ഗാമ ഈസ് ഈക്വൽ ടു തൊട്ട് മുകളിൽ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതിൽ ഗാമ എസ്സിന് പകരം എന്ത് ചെയ്തു? W ഇൻറ്റു G എന്ന് റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ ഈനെ ആ ഇക്വേഷനിൽ നിന്ന് തന്നെ WG/S എന്ന് എഴുതി. ഓക്കെ, ഇത് രണ്ടും എഴുതിയത് മനസ്സിലായോ? SC എന്ന് പറഞ്ഞാൽ W ഇൻറ്റു G ആണ്. അതേ ഇക്വേഷനിൽ തന്നെ E എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? W ഇൻറ്റു G/S, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് എഴുതി. അതിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് G വെളിയിലെടുത്തു. അപ്പം 1+W ഇൻറ്റു G ഗാമ W ബൈ 1+W ഇൻറ്റു G/S എന്ന് എഴുതി. ഇനി ഗാമ D നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട്. G ഗാമ W ബൈ 1+E ആണ്. അതിൽ ഈനെ നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്തു W ഇൻറ്റു G/S. അതിൽ G ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്തു? എന്നിട്ട് കമ്പയർ ചെയ്തു. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പം റോ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? G(ρW) ബൈ 1+W G/S. ഈ ഒരു ടേമാണ് ഈ കാണിച്ചേക്കണം. ഈ ഫസ്റ്റ് ഇക്വേഷനിലെ ഇത്രയും സാധനത്തിന് നമുക്ക് എന്തെഴുതാം? റോ ഡി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും?
ഗാമ ഈസ് ഈക്വൽ ടു 1+w ഇൻറ്റു ഗാമ ഡി എന്ന് വരും. ദെയർഫോർ ഗാമ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഗാമ ബൈ 1+w. അങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, മറ്റേത് പോലെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് റിലേഷൻ പറയണത് ഗാമ ഡിയും എന്നെയും തമ്മിലുള്ള റിലേഷനാണ്. അത് ചെയ്യണത് വോളിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. വോളിയം ഓഫ് എയർ 0 ആയതുകൊണ്ട് അതിനെ ഒമിറ്റ് ചെയ്തു. ദെൻ അതിൽ വോളിയം ഓഫ് എയറും കൂടെ നമ്മളിവിടെ എഴുതി. വോളിയം ഓഫ് വോയിഡ് ആണ്. വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. വോളിയം ഓഫ് വോയിഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ദെൻ ത്രൂ ഔട്ട് ആ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. VS/V, VW/V, VA/V. VA/V എന്ന് പറഞ്ഞത് NA ആണ്. അപ്പോൾ ഈ NA ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 1 - NA എന്ന് പറഞ്ഞാൽ VS/V പ്ലസ് VW/V ആണ്. ഇനി വോളിയം ഓഫ് സോളിഡ്സിനെ നമ്മൾ മാറ്റി എഴുതാണ് ഗാമ എസ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ WS/ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അതിൽ VS എന്ന് പറഞ്ഞാൽ എന്തെഴുതും? വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ആക്കി എഴുതി. ദെൻ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ G യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, G ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അത് ജിയുടെ ഇക്വേഷനിൽ നിന്നാണ് എഴുതിയത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ദെൻ WS/0W/V. അതിൽ G എന്താണ്? WS/V വെയിറ്റ് ഓഫ് സോളിഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി, യൂണിറ്റ് വെയിറ്റ് ഓഫ് ഡ്രൈ സോയിലാണ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഗാമ ഡി എന്ന് എഴുതി ബൈ G/ρW പ്ലസ് ദെൻ ഇതെന്താണ്? WW എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് വാട്ടർ കണ്ടന്റിലേക്ക് മാറ്റി എഴുതി. വാട്ടർ കണ്ടന്റ് ഇൻറ്റു WS ആണ് എന്ത്? WW. അങ്ങനെ മാറ്റി എഴുതി ബൈ ഗാമ W ഹോൾ ഡിവൈഡഡ് ബൈ V. ഇവിടെ വാട്ടർ കണ്ടന്റിൻ്റെ ടേംസിലേക്ക് മാറ്റിയതാണ് ഈ WW-നെ. അതിനുശേഷം 1 - NA = ഇത് ഗാമ ഡി ബൈ G/ρW പ്ലസ് വാട്ടർ കണ്ടന്റ്. ഇത് നോക്കി എഴുതുക. WS/WV എന്ന് പറഞ്ഞാൽ വീണ്ടും റോ ഡി തന്നെയാണ്. വെയിറ്റ് ഓഫ് സോളിഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പം ഗാമ ഡി എന്ന് എഴുതി ബൈ ഗാമ W. അതിൽ ഗാമ ഡി ബൈ ഗാമ W കോമൺ ആണ്, വെളിയിലെടുത്തു. 1/G+W എന്ന് വരും. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഗാമ ഡി = 1 - NA G ഗാമ W ബൈ 1+W ഇൻറ്റു G. നമ്മൾ റോയുടെ ടേംസിൽ എഴുതിയതിന് പകരം ഇവിടെ ഗാമയുടെ ടേംസിലേക്ക് ആയിരുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ സെയിം ആണ്. ഇത്രയും റിലേഷൻസ് ആണ്. ഈ റിലേഷൻസ് ആണ് ഈ ടേബിളിൽ എഴുതിയേക്കണേ. അടുത്ത ക്ലാസ് ചിലപ്പോൾ ക്ലാസ് നാളെ ആയിരിക്കും കേട്ടോ. അത് നാളെ പറയാം. വ്യാഴാഴ്ചയാണോ നാളെയാണോ എന്നുള്ളത് ഫസ്റ്റിലോട്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് അറ്റ്ലീസ്റ്റ് ഈ ടേബിളിലുള്ള ഇക്വേഷൻസ് എങ്കിലും ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് വരാൻ നോക്കുക. ഓക്കെ, കേൾക്കണ്ടോ? ഡെറിവേഷൻ ചോദിക്കുന്നതാണോ മിസ്? ഡെറിവേഷൻ ആയിട്ട് വരുന്നതാണ് ഇത്? 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഡെറിവേഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്താ ഞാൻ ഡെറിവേഷൻ പഠിക്കാൻ പറഞ്ഞ ഡെറിവേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോബ്ലം പഠിപ്പിക്കാതിരുന്നാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം ആയിരിക്കും ചോദിക്കണത്, അല്ലെങ്കിൽ തിയറി ആയിരിക്കും ചോദിക്കണത്. ഇത് രണ്ടും പാരലലി പ്രൊപ്പോർഷണൽ ആണ്. ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ തിയറി ആയിട്ട് കണ്ടിട്ടുണ്ട് GT1, ചില സമയത്ത് ഫുൾ പ്രോബ്ലം ആയിട്ട് കണ്ടിട്ടുണ്ട്, ചില സമയത്ത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഈ ഒരു സെക്ഷൻ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. നിങ്ങൾ വേറെ ആ ഫസ്റ്റ് മൊഡ്യൂളിലെ ബാക്കി ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഇനി ഒരു 2-3 കാര്യങ്ങളുള്ളൂ ഈ മൊഡ്യൂളിൽ. കുറച്ച് ചെറിയ ഇതാണ് പ്രൊസീജിയറാണ്. പൈക്കണോമീറ്റർ മെത്തേഡ്, പിന്നെന്തായിരുന്നു സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, പിന്നെ സെൻസിറ്റിവിറ്റി എന്താണ്, തിക്സോട്രോപ്പി എന്താണ്, സോയിൽ സ്ട്രക്ചർ. ഇത്തരം കാര്യങ്ങളാണ് ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ ബാക്കി പഠിക്കാനുള്ളത്. പക്ഷെ ആ ഒരു കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് പ്രൊസീജിയർ പഠിച്ചാൽ നമ്മൾ എന്തെങ്കിലും എഴുതാൻ പറ്റും. പക്ഷേ ഈ സെക്ഷൻ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. അത് ഡെറിവേഷൻ ആയിക്കോട്ടെ, ഇക്വേഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഈ ഇക്വേഷൻസ് പഠിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻസ് പഠിക്കാതിരുന്നാൽ ഭയങ്കര പാടാണ്. മുമ്പോട്ട് സെക്കൻഡ് മൊഡ്യൂളും ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ പ്രോബ്ലംസ്
ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര പാടായി പോകും. ഈ ഇക്വേഷൻസ് ഒന്നും അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ ഇത് ഡെറിവേഷൻസ് പറ്റണ പോലെ പഠിക്കുക. 3 മാർക്സിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ഡെറിവേഷൻ. അല്ലെങ്കിൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും. 7 മാർക്ക് 8 മാർക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ബാക്കി ഡെറിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിയറി ആയിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ദയവ് ചെയ്ത് പഠിക്കാൻ പറ്റുമ്പം മാക്സിമം എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇത് ഒഴിവാക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അത് യൂണിറ്റ് വെയ്റ്റിൻ്റെ ടേംസിലാണെങ്കിലും ഡെൻസിറ്റിയുടെ ടേംസിലാണെങ്കിലും. ആ 2 പ്രോബ്ലം നാളെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഇക്വേഷൻസ്, ഈ ബേസിക് ആയ ഈ ഒരു 10-12 ഇക്വേഷൻസ് ഉണ്ട്. ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി. ഇൻ ടേംസ് ഓഫ് മാസ് ഡെൻസിറ്റി പഠിച്ചാൽ യൂണിറ്റ് വെയിറ്റ് ആണെന്നൊരു ഐഡിയ, എന്താണ് യൂണിറ്റ് വെയിറ്റ് എന്നൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാ യൂണിറ്റ് വെയിറ്റിലാണോ പഠിക്കാൻ എളുപ്പമെങ്കിൽ ഗാമയുടെ ടേംസ് പഠിക്കുക. ഡെൻസിറ്റിയുടെ ടേംസിലാണെങ്കിൽ അങ്ങനെ പഠിക്കുക. രണ്ടും ഒരേപോലെയാണ്. അത് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഡെറിവേഷനും ഒരേപോലെയാണ് പോണത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഈ ഇക്വേഷൻസ് എങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക. കാരണം അടുത്ത ദിവസം പ്രോബ്ലം ചെയ്യുമ്പം ഇനി യൂണിറ്റ് വെയിറ്റും അതിനകത്തൊരു 3-4 പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പം ഇക്വേഷൻസ് പെട്ടെന്നൊരു തപ്പൽ കൂടാതെ ഒന്ന് പറയാൻ പറ്റണ രീതിയിൽ, എല്ലാം ഒന്നും പഠിക്കില്ലെങ്കിലും പറ്റണ പോലെയൊക്കെ പഠിക്കാം. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറയാമോ?